ഹലോ ഹായ് ഞാൻ ഷമീം ഉള്ളത് രാമശ്ശേരി ഇഡ്ലി കട ബാക്കി അകത്ത് കയറിയിട്ട് ബാക്കി കാണാം അല്ലേ അപ്പൊ ഇപ്പൊ ചോദിച്ചിട്ടില്ലേ നമ്മളുള്ളത് നമ്മള് വീഡിയോയിൽ ഇതിനെ കയറിയിട്ടുണ്ടാവില്ല ഫസ്റ്റ് ടൈം അല്ലേ ഉള്ളത് രാമശ്ശേരി ഇഡ്ലിയാണ് രാമശ്ശേരി ഇഡ്ലി ഇങ്ങനെ ചുട്ടോണ്ടിരിക്കാൻ നമ്മൾ പാകത്തിൽ പോകുന്ന വഴിയാണ് പിന്നെ തിന്നണം നിർബന്ധം പറയാം പിന്നെ ഇത് നോക്കാം ഇതാ അതിന്റെ മാവും ടെക്സ്ചർ ഒക്കെ ഇതാ ഒന്ന് നോക്കി ഇങ്ങോട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒന്ന് ഫോക്കസ് ചെയ്താൽ നമ്മള് കുറെ കേട്ടിട്ടുണ്ടാവും പല ആളും കണ്ടിട്ടുണ്ടാവും രാമശ്ശേരി ഇഡ്ലി ആ ഇഡ്ലി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും ഇഡ്ലിയുടെ ഷേപ്പുകൾ കണ്ടോ അതിന്റെ ആ തുണിന്റെ മുകളിൽ ഒഴിക്കാണ് ഇതാ ഇവര് ഒഴിക്കുന്ന പ്രോസസ്സും അത് എടുക്കുന്നതൊക്കെ ഇതാ വെള്ളം നനച്ച് എടുത്തു അതിന്റെ മുകളിലേക്ക് വെച്ചു തട്ടിന്റെ മുകളിലേക്ക് വെച്ചു അതിന്റെ മുകളിലേക്ക് ഒഴിക്കുന്നു ഒന്നും കൂടെ ഒഴിക്കുന്നു അതാ സാധാരണ ആവി വരുന്നത് തന്നെയാണ് ലാസ്റ്റ് ഈ മൂടിയിട്ടിട്ട് മൂടും അടുത്ത് വെച്ചു അടുത്തത് ഒന്നും കൂടെ ഒഴിക്കുന്നു ഇതാണ് സംഭവം ഇത് എത്ര സമയങ്ങൾ ഇത് ഫെർമെന്റ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്തു വെക്കുന്നുണ്ട് എത്ര സമയം ഇത് ചെയ്തു വെക്കുന്നുണ്ട് ആണോ കടുക് താളിച്ചിട്ട് കണ്ടോ എത്ര കടുക് നോക്കി ഒരു ദിവസം താളിച്ചിടുന്ന നിങ്ങൾക്ക് സന്തോഷം അല്ലേ അതിലേറെ സന്തോഷം ആ അപ്പൊ ഇതടിക്കാം ഇതാ സാമ്പാറുണ്ട് വെള്ളച്ചമ്മന്തി ഉണ്ട് റെഡ് തക്കാളിന്റെ ഉണ്ട് പൊടിയുണ്ട് അതിന്റെ നെയ്യ് വരണത്ര അപ്പൊ ആംബ്രോൻ ആരാന്ന് പറഞ്ഞിട്ടല്ല എക്സ്പ്ലോർ വിത്ത് ആംബ്രോ എന്ന് പറഞ്ഞ ഇൻസ്റ്റയില് കിലാടി ആക്ച്വലി തിന്നാനായിട്ട് വന്നതാ സത്യം മാത്രല്ല വാ എണ്ണ നോക്കട്ടെ എണ്ണ വട ഭയങ്കര ഇതാ എനിക്ക് മുമ്പ് ഇവിടെ വന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വടയാണ് കേട്ടോ ഇതാ മുരിപ്പ് വേണ്ട സൗണ്ട് അവിടെ കേക്കോളി ഇതാ കണ്ടോ ഇനി എണ്ണമാണ് വെച്ചോ ഒന്നുകൂടെ കുഴിയായിക്കോ ആ വെച്ചോ വയ്ക്കൂ ആ അതന്നെ ആ എന്നെടുത്തോ കേക്ക് അട്ടിക്ക് വെച്ചോന്നല്ലേ വെച്ചിന് ജസീല് അടുന്നിങ്ങനെ നോക്കുന്നുണ്ട് കഴിയട്ടെ ഞാൻ എടുത്തോളാം തുടങ്ങിക്കോ ഞാൻ ഇവന്റെ തീറ്റ നോക്കെ എങ്ങനെ ഒടിക്കുന്നേ എങ്ങനെ കുഴക്കുന്നേ രാമശ്ശേരി ഇഡ്ലിയും കഴിച്ച് നമ്മൾ നേരെ എത്തിയത് ഫുഡ് ആൻഡ് ഡ്രിങ്ക് മാനുഫാക്ചറിങ് ബേക്കറി ഹോസ്പിറ്റാലിറ്റിൻ്റെ ഒരു എക്സ്പോ ആണ്. അപ്പോൾ ഈ എക്സ്പോയിൽ ഫുള്ള് നമ്മുടെ കിച്ചണിൻ്റെ മാനുഫാക്ചറിങ് കുറേ കമ്പനികളുണ്ടാവും, കുറേ പാക്കിംഗ് യൂണിറ്റുകളുണ്ടാവും, കുറേ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ടാവും, കുറേ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്, പിന്നെ കുറേ ഓവൻസിൻ്റെ സംഭവങ്ങളുണ്ട്.
അങ്ങനെ കുറേ സംഭവങ്ങൾ അതൊക്കെ കുറേ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള കേരളക്കാർക്ക് ഉപകരിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ ഹോം ബേക്കേഴ്സിനാലും ഉപകരിക്കും, അതുപോലെ തന്നെ വീട്ടിലുള്ള ആൾക്ക് ഉപകരിക്കും, എല്ലാവർക്കും നമ്മളെ ഫുഡുമായിട്ട് കണക്ട് ആയിട്ടുള്ള എല്ലാവർക്കും പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള നമ്മളെ ചന്ദ്ര സ്റ്റീൽ ഉണ്ട്. ആ ചന്ദ്ര സ്റ്റീലിൻ്റെ ഡീറ്റെയിൽ ഒക്കെ മുഴുവൻ കാണാം. ചന്ദ്ര സ്റ്റീൽ ഞാൻ ഏകദേശം ഒരു 9 വർഷമായിട്ടുള്ള കണക്ഷനാണ് അവരായിട്ടുള്ള. ഒരുപാട് ഡീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. ഈ കാണുന്നത് ചൈനീസിന്റെ ബർണർ മെഷീനാണ്. ആ നീക്കിയ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ പാത്രങ്ങൾ നേരെ അതിന്റെ മുകളിൽ എന്തെങ്കിലും മസാല ഇടണമെങ്കിൽ അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്ലോലി ഇടാം. പക്ഷെ ഫയർ കൊള്ളൂല. അത് നല്ലൊരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ചന്ദ്ര സ്റ്റീലിന്റെ മെയിൻ ഓണറാണ്. ആനന്ദാണ് കൂടെ ഉള്ളത് അവിടെ. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 to 9 years എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കുള്ള ബന്ധം. ഓൾമോസ്റ്റ് 8 to 9 years ആയി. അപ്പോൾ ഉങ്ങൾ ഇൻ ദ ഫീൽഡിൽ ഓൾമോസ്റ്റ് ഫാദർ We are 4 decades we are in the business. 4 decades. Great. മാത്രമല്ല ബേക്കറി, കിച്ചൺ എല്ലാം ഉണ്ട്. ഓൺ പ്രൊഡക്ഷൻ തന്നെ. We got a complete set of industrial kitchen, restaurant kitchen, hospitalized kitchen, for diet food processing unit also we got it. ഈവൻ നിങ്ങൾ ഒരു ടെൻഡർ എന്തോ എടുത്തു ലുലുവിന്റെ അല്ലേ? കൺഗ്രാറ്റ്സ്. Yeah, thank you sir. ലുലുവിന്റെ പിന്നെ ആന്ധ്രയിലുള്ള അല്ലേ? ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഇവിടെ കോയമ്പത്തൂർക്കും അല്ല കൺഫേം ആയി. അപ്പോൾ ലുലുവിന്റെ വരെ ഇവരാണ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. പക്ഷെ അത്രയും ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. എനിക്ക് മുമ്പത്തെ എക്സ്പീരിയൻസ് ഐ ഡിഡ് ഓൾമോസ്റ്റ് 6 years back purchased the oven with MK. You did doing every oven? Yes, almost yes. imported. Yeah, we are right now had a France tie-up, and we have dishwashers from Germany, and we had dishwashers from Spain also. Okay. And we are dealing with Cambro from US. Okay. And also low end also you have? Yes sir. If the budget friendly? Yeah, we got a very economy budgeted kitchen also we are doing. The lifetime will not be more, but it will be more helpful for the client to develop themselves. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഒരു റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ നാട്ടിലുള്ള കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കേക്കിന്റെ യൂട്ടൻസിൽസ് അങ്ങനത്തെ സംഭവങ്ങളും ഒരുപാടുണ്ട് അല്ലേ? ഒരുപാടുണ്ട്. നമ്മുടെ കേക്ക് accessories வந்து ഒരുപാട് ഉണ്ട്. அந்த மாடல்ஸ் நேம்ஸ் எல்லாம் எனக்கே தெரியாது. நம்பர் ஆஃப் ஐட்டம்ஸ் lakhs. எங்களுக்கு வந்து நிறைய சமீம் சார் மாதிரி நிறைய செஃப்ஸோட கைடன்ஸ் to promote ourselves to the bakery accessories. Certain item we doesn't know but they want to have, so we also traded and we are giving. And the wholesale also you doing wholesale and retail complete, both. We promoting too many dealers also. അപ്പോൾ പിന്നെ നമുക്കെന്തായാലും പിന്നെ അവിടെ ഫാക്ടറി ഇവരെ ഷോപ്പും കാണാം, ഔട്ട്ലെറ്റും കാണാം. ഔട്ട്ലെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ്. ഇപ്പോഴും സ്റ്റിൽ ഞാനിവിടെ 2-3 പ്രോഡക്റ്റ്സ് പുതിയ ന്യൂലി ലോഞ്ച് ന്യൂ പ്രോഡക്റ്റ് റൈറ്റ്. അപ്പോൾ അതും കൂടെ കാണാം. അതേപോലെ തന്നെ ഇവരെ ഫാക്ടറി പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് കാണാം. പ്രൊഡക്ഷൻ യൂണിറ്റിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് ഗേജ് ഓഫ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് we are right now for customized item and for a quality item we are using a laser cutting, laser marking, laser bending. Definitely I will show you all those products. Very updated machineries. Okay. Perfection, 100% perfection will be there. 0 to 0 experience ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. എനിക്ക് അനുഭവമുള്ള ഞാൻ ഓൾറെഡി ഇവരുടെ അടുത്ത് ഒരുപാട് പർച്ചേസ് ചെയ്ത സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് റിസൾട്ട് കിട്ടിയതും നമ്മുടെ ചന്ദ്ര സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ അത് ഓൾവേസ് ഇറ്റ് വിൽ ബി ദ. താങ്ക് യു. അപ്പോൾ പിന്നെ ഞാനൊന്ന് ഇത് പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു സംഭവം വെച്ചാൽ നമുക്ക് ഈസി ആക്സസും ആണ്. കോയമ്പത്തൂർ ടൗണിൽ എത്തണ്ട, അതിന് മുന്നേ തന്നെ ഡയറക്റ്റ്ലി അവിടെ തന്നെ എടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും അതൊന്ന് കാണിക്കാം. മേജർ ക്ലയന്റ് வந்து കേരള ക്ലയൻറ്റ്സ് தான். எங்களை அடுத்த ஸ்டேஜ் கூட்டு போனதே மெயினாக கேரளா கிளைண்ட்ஸ் தான். ஏன்னா we were pushed by the Kerala clients to do certain things so that we developed also. They developed us mainly. And also mainly important, ഞാൻ പിന്നെ ഫസ്റ്റ് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റിൽ അറിഞ്ഞത് നമ്മൾ ഈവൻ ദുബായിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവർക്ക്. ഇവർ ഇവിടുന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കും. ദുബായിൽ അല്ല എനി GCC കൺട്രീസ്
If you want to open any restaurant, then you can contact them. അപ്പോൾ നിങ്ങൾക്കുള്ള ഡ്രോയിങ് അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഡ്രോയിങ്, കിച്ചണിൻ്റെ സെറ്റപ്പ്, ഏത് കൈൻഡ് ഓഫ് മെറ്റീരിയൽസാണ് വേണ്ട, എല്ലാം കംപ്ലീറ്റ്ലി. Many clients are there, right? Yes, sir. We are right now specialized in kitchen layouts. When the kitchen layout was finalized, we can able to give them a MEP so that the perfection will be more. Rather than we are done more than 8 to 10 years before. We used to fabricate, but right now we are very much specified in the quality and the perfection. Mainly perfection. This results and promote us more right now. Okay, all right. അപ്പോൾ എന്നാലും നമുക്ക് ഫാക്ടറിയും ഇതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാനിപ്പം ആനന്ദ് ഇവിടെ നല്ല ബിസിയാണ്, അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ചൊന്ന് പൊക്കിയെടുത്താണ്. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് പിന്നെ ഞാനൊന്ന് വിസിറ്റ് ചെയ്യാം, ഒന്ന് കാണിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ കാണുന്നത് നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ കുബൂസ് ഉണ്ടാക്കാം. നമ്മൾ ബോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് റോൾ ചെയ്ത് പരത്തിയിട്ട് ഇതിന് ആ ചേമ്പറിൻ്റെ ഉള്ളിലൂടെ കുക്കായിട്ട് വരും. കുക്കായി വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് ഇവിടെ ഔട്ട് വന്നിട്ട് ഒരു ബോക്സിലേക്ക് വരും. പിന്നെ നമുക്ക് അത് പാക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഗ്യാസിലാണ് കേട്ടോ. ഈ കാണുന്ന ഫാക്ടറിയാണ് കേട്ടോ. അത് ഫാക്ടറിയിലെല്ലാം ലേസർ കട്ടിങ്ങിനുള്ള ഓരോ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലേസർ കട്ടിങ് വരുന്നത്. ഫുള്ള് മെഷീനറിയിൽ പക്ക അക്യുറേറ്റ് കട്ടിങ് ആയിരിക്കും ലേസർ കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് മെഷർമെൻറ്റ് കൊടുക്കുന്നത്, ആ മെഷർമെൻറ്റൊക്കെ പക്ക എന്താ പറയുക, നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് തന്നെ. ഈവൻ പിന്നെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ മെഷീനറീസ് അവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, കണ്ടമാനം ഗ്രൈൻഡിങ്, അത് ഇത്. പിന്നെ നമ്മളെ ചട്ടകായിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, നമുക്കൊക്കെ ഒരുപാട് സ്റ്റീലിലെ പാത്രങ്ങളൊക്കെ നമ്മൾ കുറേ ഷോപ്പുകളിൽ കാണുന്നില്ലേ, നല്ല ഫിനിഷുള്ള. അതൊക്കെ ഇവരുടെ പ്രൊഡക്ട്സാണ് ഈ കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് വരുന്നത് കേട്ടോ. യൂസ് ചെയ്യുന്ന ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരു KGF എഫക്റ്റ് ആയിരുന്നു കംപ്ലീറ്റ്ലി. കാണുന്നില്ല, എല്ലാവരും അത്രയും സൂക്ഷ്മതയോടെ വളരെ സൂക്ഷിച്ച് ആണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഫൈനൽ വന്നു കഴിഞ്ഞാൽ ഈ ഫൈനൽ ഫിനിഷ് ഉണ്ടാവും, ഇങ്ങനെ റബ്ബ് ചെയ്ത് കുറേ നേരം ഇരുന്നിട്ടൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇതാ പാലക്കാട് കഴിഞ്ഞ് നമ്മുടെ വാളയാർ കഴിഞ്ഞ് നേരെ അങ്ങനെ വരുമ്പോൾ ടോൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണുക ചന്ദ്ര സ്റ്റീൽ. ഇതാണ് ഇവർ ഔട്ട്ലെറ്റ്. എന്തായാലും നമുക്ക് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനങ്ങളും കാണാം. എന്നുവെച്ചാൽ അത്രയും നമ്മൾക്ക് ചിലത് കാണാത്ത അത്രയും കണ്ടമാനം സാധനങ്ങളുണ്ട്, ചിലത് നമുക്ക് അറിയാത്ത സാധനങ്ങളുണ്ട്, പുതിയ ലോഞ്ച് ചെയ്ത സാധനങ്ങളുണ്ട്. ഇങ്ങനെ എന്താ പറയുക, വൈഡ് വെറൈറ്റി ഓഫ് പാത്രങ്ങളായിക്കോട്ടെ, മെഷീനറീസ് ആയിക്കോട്ടെ, നമ്മുടെ ക്രോക്കറീസ് ആയിക്കോട്ടെ, അത്രയും കണ്ടമാനം. ഇപ്പം കണ്ടില്ല, ഈ കാണുന്നതൊക്കെ അത്ര യുണീക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക ആൾക്കാരും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചില ആൾക്കാർക്ക് അറിയാത്തവർക്ക് ഇത് എത്തിക്കാന്നുള്ള ഒരൊറ്റ ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേഫിൾസിൻ്റെയും അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ഒരുപാട് കൈൻഡ് ഓഫ് ഡിസൈൻസും സംഭവങ്ങളൊക്കെ, സാൻഡ്വിച്ചിൻ്റെതായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മുടെ മോൾഡിങ് ടൈപ്പ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോൾഡിങ്. പിന്നെ ഓവൻസ് ആണെങ്കിൽ ചെറിയ ഓവൻ മുതൽ വലിയ ഓവൻ വരെ, വളരെ ക്യൂട്ടായിട്ടുള്ള ഓവൻ മുതൽ വലിയ ഓവൻ വരെ, എന്തും ഹെവി മെഷീനറീസ്, ചെറിയ മെഷീനറീസ്, എന്ത് സാധനവും അത്രയും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നൂല. അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാം ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത്രയും എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സംഭവം. നമുക്ക് വേണ്ടെങ്കിലും 1 ടൈമെങ്കിലും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക, ചന്ദ്ര സ്റ്റീൽ മറക്കണ്ട. അപ്പോൾ ഞാനിവിടുന്ന് എല്ലാവരോടും ടാറ്റ ബൈ പറയാണ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.